ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ രേവതിയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. കുടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ സച്ചിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ രേവതി ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോയത്. അപ്പൊ അതുകൊണ്ടാണ് സച്ചി കുടിച്ചത്. എന്നിട്ട് പറയാണ്, നീ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല, ഇനി എന്നും ഞാൻ സ്ഥിരം കുടിച്ചിട്ടേ വരത്തുള്ളൂ. നീ എന്നെ പിടിക്കുക വേണ്ട, നീ മാറി നിൽക്കടി, നിന്നോട് എനിക്ക് സ്നേഹമില്ല, നീ എന്നെ സ്നേഹിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറയുക. ചന്ദ്രമതി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും സച്ചി കുടിച്ച് കറങ്ങി അവിടെ ഒരു സെറ്റിൽ വീണ് ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കൈ കൊട്ടി അങ്ങ് ഒരു ഒറ്റ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, സന്തോഷമായില്ലേ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടന്നില്ലേ? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എടി, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. തരക്കേടില്ല, നിന്നെ അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കരുതിയത്, പക്ഷെ പുറത്താക്കിയില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്തോളും. എടി, നിന്നെ അവന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി കുറച്ചു നാള് കുടിക്കാതെയൊക്കെ വന്ന് അവനെ വീണ്ടും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി നിർത്തത്തില്ല, അതിനി തുടർന്നുകൊണ്ടേയിരിക്കും. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. രണ്ടും കൂടെ എന്നതൊക്കെ ആയിരുന്നു. അയ്യോ, എനിക്കിപ്പോ കുറച്ച് മധുരം കഴിക്കാൻ തോന്നുക. ഒരു ഹൽവ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒരു മകൻ കുടിച്ചിട്ട് വരുമ്പോ ഇത്രയും സന്തോഷിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു സ്ത്രീയാണോ? ഓ എടി, എനിക്ക് നിന്നെ ഓർത്തിട്ടടി സന്തോഷം. നിന്നെ ഓർത്തിട്ട്, നിന്റെ ഈ അവസ്ഥ ഓർത്തിട്ട് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലടി. ഈ സന്തോഷം ഞാനൊന്ന് ആഘോഷിക്കട്ടെടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഓഫായി പോയിട്ടോ. സച്ചി ഓഫായി അവിടെ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ കിടക്കുക. സച്ചി അവിടെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ്, എന്നെ എത്ര വേണമെങ്കിലും വേദനിപ്പിച്ചോ നോവിച്ചോ എന്റെ സച്ചേട്ടനല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാ സച്ചേട്ട. എന്താ സച്ചേട്ട? ദേ, എന്റെ പൊന്നു സച്ചേട്ട, എന്നെ ഇങ്ങനെ വെറുക്കരുത് സച്ചേട്ട. ഞാനൊരു കാര്യം പറയാം. ദൈവം എന്നുള്ള ഒരാളുണ്ടല്ലോ, ഒരിക്കലും ആ ഒരാളുടെ സ്ഥാനത്തെ ഞാൻ സച്ചേട്ടനെ കണ്ടിട്ടുള്ളൂ. എന്നെ ദൈവമായിട്ട് തന്നെ ഞാൻ സച്ചേട്ടനെ കാണുന്നത്. പിന്നെ ഒരിക്കലും ദൈവം എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സച്ചിയുടെ കൈ പിടിച്ചിട്ട് ഭയങ്കരമായിട്ടും കരച്ചിലിട്ടോ. നിർത്താതെ കരച്ചില നമ്മുടെ രേവതി. സച്ചി ഇതുവല്ലോ അറിയുന്നുണ്ടോ? സച്ചി മൂക്കറ്റം കുടിച്ച് ബോധം ഇല്ലാതെ കിടക്കുന്ന സച്ചിക്ക് ഇതുവല്ലോ അറിയാൻ പറ്റുമോ? എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്ത ഒരു ഭാഗമാണ് കേട്ടോ. എന്നാൽ നേരം വെളുത്തപ്പോഴും നമ്മുടെ സച്ചി ആ സെറ്റിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. സച്ചി അവിടുന്ന് മാറിയിട്ടില്ല. ഏതായാലും രവീന്ദ്രനാണെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ജോഗിങ്ങിനൊക്കെ പോയി അകത്തേക്ക് കയറി വരികയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ, നമ്മുടെ രവീന്ദ്രന് കൊടുക്കാനായിട്ട്. അപ്പൊ മോളെ രേവതി എന്ന് വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ കയറി വന്നു. ഇന്ന് അച്ഛന്റെ കോഫി എന്ന് പറഞ്ഞുകൊണ്ട് കോഫി അല്ല, സോറി, വെള്ളമാട്ടോ കൊടുക്കുന്നത്. അപ്പം വെള്ളമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും സച്ചി അവിടെ കിടക്കുക. അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ഇവനെന്താ രാത്രി വരാൻ വൈകിയോ? അത് പിന്നെ അച്ഛൻ ഉറങ്ങിയ സമയത്താ വന്നത്. ഓ, മോളി വീട്ടില് വന്നതിന് ശേഷമാ ഞാൻ ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അതിനു മുമ്പായിരുന്നെങ്കിൽ ഇവൻ എപ്പോ വരും, എങ്ങനെ വരും, നാലുകാലയിലാണോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പേടിച്ചാ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഉറക്കം വരത്തില്ല, ഇവനെയും കാത്ത് ഞാൻ ഈ സോഫയിൽ അങ്ങ് ഇരിക്കും. ഇപ്പം കുഴപ്പമില്ലല്ലോ, ഇപ്പം മോളാണല്ലോ അങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ ഒരു കാലം. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് ആകെ മാറിയല്ലോ, മോള് അവനെ മാറ്റിയെടുത്തല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു അവസ്ഥ ഈ വീട്ടിലില്ല, കാത്തു കെട്ടിയിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പം സച്ചി കുടിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും രവീന്ദ്രൻ അറിഞ്ഞിട്ടില്ല. രവീന്ദ്രൻ അറിയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ രവീന്ദ്രന് ദേഷ്യം വരും, സങ്കടം വരുമല്ലോ. ഈ ഒരു സമയത്താണ് സച്ചി പെട്ടെന്ന് ചാടി എണീക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ, എന്താടാ ഇത്, നീ എന്താടാ കാണിക്കുന്നത്, നീ എന്താ സ്വപ്നം വല്ലതും കണ്ടോ? ഏയ്, സ്വപ്നമൊന്നും കണ്ടില്ല അച്ഛാ. സ്വപ്നമൊന്നും കണ്ടില്ല, എന്നാലുവേ ഒരു ക്ഷീണം. അതെ, നീ ഇന്ന് വണ്ടി എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട് അച്ഛാ, പോണം. വണ്ടി ഓടിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പോണം, നോട്ടമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് സച്ചി അവിടെ നിന്ന് പതുക്കെ എണീറ്റ് കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോവാണ്. ഈ സമയത്ത് രേവതി വന്നിട്ട് സച്ചേട്ട ചായ എന്ന് പറഞ്ഞ് ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഓ, ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഭാര്യയുടെ കൈ കൊണ്ട് തരുന്നത്
ആ അതൊന്നും കഴിക്കരുതെന്നാ പറയുന്നത്. ഇങ്ങനെ ഉള്ള ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ചായയും കോഫിയും ഒന്നും പോരടി, മദ്യം തന്നെ വേണം. മദ്യമാണെങ്കിൽ കുഴപ്പമില്ല, അത് പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അത് ഞാൻ കഴിച്ചോളാം. അല്ലാതെ നീ ഉണ്ടാക്കുന്ന ഈ ഒരു ചായ എനിക്ക് വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട്, ദേ രേവതി, ചായ എനിക്ക് തന്നെ 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 എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇന്ന അമ്മ ചായ എന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ, ഇത് സച്ചി മേടിച്ചില്ലല്ലോ അതുകൊണ്ട്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രേ, രാവിലെ നീ തുടങ്ങിക്കോ, നേരം വെളുത്തതല്ലേ ഉള്ളൂ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ രേവതി ഇതൊന്നും ശ്രദ്ധിക്കാതെ മാറി നിന്നിട്ട്, ഇന്നും ഈ സമയത്ത് ഇന്നും ഈ സമയത്ത് നല്ല സോറി, ഇന്നും സച്ചേട്ടൻ കുടിച്ചിട്ടേ വരത്തുള്ളോ? ഏതായാലും അച്ഛനോട് പറഞ്ഞാലോ, അച്ഛന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവത്തുള്ളൂ, ഒന്ന് സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വീണ്ടും കുടിക്കും. എന്താ ഒരു വഴി അച്ഛനെ അറിയിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ വഴിയൊക്കെ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി കിട്ടുകയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ കൊണ്ട് കുടിപ്പിക്കാതിരിക്കാൻ പറ്റൂലോ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് സച്ചി കുടിക്കും. രവീന്ദ്രൻ പറഞ്ഞാൽ കുടിക്കത്തില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഫ്രഷ് ആകാൻ വേണ്ടി പോകും. ഇങ്ങനെ അലമാരയൊക്കെ തുറന്ന് നമ്മുടെ സച്ചി ഒരു ചെറിയ ടവലൊക്കെ എടുത്തിട്ട് നേരെ ടോയ്ലറ്റിനകത്തേക്ക് കയറി കേട്ടോ. ടോയ്ലറ്റിനകത്ത് കയറി ഫ്രഷ് ആകാൻ വേണ്ടി. അപ്പൊ രേവതി വന്നപ്പോഴത്തേക്കും സച്ചി ടോയ്ലറ്റിനകത്താ. അപ്പം പറ്റിയ സമയമാണല്ലോ, നമ്മുടെ രവീന്ദ്രനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറയണം സച്ചി കുടിക്കുന്ന കാര്യം. അപ്പം അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവൂലല്ലോ. ഇപ്പൊ ഈ ഒരു സമയത്ത് അവിടെ സച്ചി എന്ത് ചെയ്തു, അല്ല രേവതി എന്ത് ചെയ്തു, സച്ചിയുടെ കീ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ കീ എടുത്ത് നമ്മുടെ രേവതി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഏതായാലും ആ കീ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഏതായാലും ഞാൻ ഈ കീ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും ഉറപ്പായിട്ട് സച്ചേട്ടൻ ഇവിടെയൊക്കെ തപ്പിത്തരയും. അപ്പൊ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അമ്മ അറിയും. അമ്മ പറയും, നിനക്ക് വെളിവില്ലാതെ എവിടെയോ കൊണ്ടിട്ടതല്ലേ, നീ ഇന്നലെ കുടിച്ചിട്ടല്ലേ വന്നതെന്ന്. അപ്പൊ ഏതായാലും അച്ഛൻ അറിയും. അപ്പൊ അച്ഛൻ കണക്കിന് കൊടുക്കും. മതി, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ കീ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഏതായാലും സച്ചിയും കുളിക്കുന്നു. അവിടെ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ചായ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ചന്ദ്രയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്താണ് നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം? അതിന് മനസ്സിൽ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാലേ ആർക്കാണെങ്കിലും സന്തോഷം തോന്നൂലേ, അതെന്താണ് നിന്റെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങള്? അത് പിന്നെ അതൊക്കെ ഉണ്ട് എന്ന്. ഈ സമയത്ത് അവിടെ രേവതി കീയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കുടിച്ചിട്ട് വേഗം ഒന്ന് വാ മോനെ, നിനക്കിട്ടുള്ളതേ ഇപ്പൊ വെച്ചിട്ടുണ്ട്, അച്ഛന്റെ വായിൽ നിന്ന് നല്ലത് നീ കേൾക്കും എന്നുള്ള രീതിയിൽ കീയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സച്ചി വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ നമ്മുടെ രേവതിയും സച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നാലും ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ, ഹലോ സദാശിവ, നീ വൈകിട്ട് നടക്കാൻ ഇറങ്ങൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ആരോടോ ഫോൺ വിളിച്ച്. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര ചിരിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കും, നിനക്ക് എന്താ വട്ടായോ? എന്തോ കാര്യമുണ്ടല്ലോ, എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചോണ്ടിരിക്കുന്നത്? അതെ, ചെറിയൊരു വട്ട്. ഇത് ചെറിയ വട്ടൊന്നും അല്ല, ഇത് മുഴുവട്ട് തന്നെയാ. നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തലമുടിയൊക്കെ കോരി പതുക്കെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇറങ്ങി വരികയാണ്. കാറിന്റെ കീ നോക്കിയപ്പോ കാണുന്നില്ല. ചേടാ, കാറിന്റെ കീ ഇവിടെയല്ലേ ഞാൻ ഇട്ടത്, കാറിന്റെ കീ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ഇവിടെയൊക്കെ തപ്പുക. സച്ചി ഇട്ടത് ബെഡിലായിരുന്നു കേട്ടോ, അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. എന്നിട്ട് സച്ചി അവിടെ പോകുന്നു, അലമാരയിലും സൈഡിലും എല്ലാ സ്ഥലത്തും ഷെൽഫിലും ഒക്കെ തപ്പുന്നു. എന്ത് ചെയ്താ കീ കിട്ടുന്നില്ല. സോറി കേട്ടോ, മൈക്കൊന്ന് ചാടിപ്പോയതാണേ. എന്ത് ചെയ്താ കീ കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് സച്ചി, ഇശ്ശടാ, ഈ കീ എവിടെ പോയി, ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ, ഞാൻ ഇവിടെ വെച്ച കീ ആണല്ലോ, ഇത് ആരെടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി ഹോളിലൊക്കെ ഇങ്ങനെ തപ്പിത്തെരയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താണ് നീ തപ്പുന്നത്? അത് പിന്നെ കാറിന്റെ കീ കാണുന്നില്ല അച്ഛാ. അല്ല, നീ എവിടെ വെച്ചെന്ന് നിനക്ക് ഓർമ്മയില്ലേ? കീ ഞാൻ ഇവിടെയാണോ അതോ റൂമിലാണോ എവിടെയാന്ന് ഓർമ്മയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, രാത്രി ബോധം ഉണ്ടെങ്കിലല്ലേ ഓർമ്മ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇറങ്ങി വന്നു. രേവതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യം അതേപോലെ തന്നെ നടന്നു കേട്ടോ. ചന്ദ്ര അങ്ങനെ ചോദിക്കുന്നത് തന്നെയാ വിചാരിച്ചത്. അപ്പൊ രവീന്ദ്രൻ അറിയൂലോ. അവന് ചന്ദ്ര പറഞ്ഞു, ഓ, നിങ്ങൾ കടന്നതുകൊണ്ട് ഇവന്റെ ആട്ടം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. ഇവൻ ഇന്നലെ 4 കാലയിലല്ല വന്നത്, 8 കാലയിലാ വന്നത്. പണ്ടത്തെ സ്റ്റൈലില്ലേ, പണ്ടത്തെ സ്റ്റൈലോ അത് തന്നെ, ഒരു മാറ്റവും ഇല്ല, അതേ രീതി. കുറെ നാള് തലയിൽ എടുത്തു വെച്ച കെട്ടിയോളെ തറയിലിട്ട് വലിച്ചരയ്ക്കുന്നത് കണ്ടു. അവക്കത് വേണം, അത് വേണ്ട കാര്യം തന്നെയാണ്. ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സങ്കടമായി. രവീന്ദ്രൻ ചോദിച്ചു രേവതിയോട്, ഇങ്ങനെ രാത്രി ഇവനെങ്ങനെയാ വന്നത്? അത് പിന്നെ അച്ഛാ, നിന്നോട് ചോദിച്ചതിൽ ആൻസർ നീ പറ, എങ്ങനെയാ വന്നത്? എപ്പോഴും വരുന്നത് പോലെ 2 കാലിലാണോ വന്നത് അതോ 8 കാലിലാണോ വന്നത്? എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ 2 കാലിലാ അച്ഛാ, നിന്നോടല്ലല്ലോ സച്ചി ചോദിച്ചത്. രേവതി പറ, എങ്ങനെയാ ഇവ വന്നത്?
അപ്പൊ നമ്മുടെ രേവതിയോടല്ല രവീന്ദ്രനോട് ചന്ദ്ര പറഞ്ഞു, ഓ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ, മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ, അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇന്നലെ കുടിച്ചിട്ടാ വന്നതെന്ന്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ദേഷ്യം വന്നിട്ട് സച്ചിയോട് ചോദിച്ചു, അല്ല നീ ഇന്നലെ കുടിച്ചല്ലേ, അത് പിന്നെ കുറച്ച് കുടിക്കല്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞല്ലേ, നീ പറഞ്ഞ കേക്കത്തില്ലല്ലേ, ഒരു ദിവസം നന്നായ പിറ്റേ ദിവസം ഇങ്ങനെ, നിനക്ക് എന്താടാ വേണ്ടത്, നീ എന്താടാ ഇങ്ങനെ കാറിന്റെ കീ വെച്ചത് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ല, നീ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, നിനക്ക് നാണം ഉണ്ടോടാ, നിന്റെ ഭാര്യ അത്രക്കേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് പിന്നെ സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയണ്ട, പിന്നെ കാറിന്റെ കീ ഞാൻ ഇവിടെ അല്ല മുറിയില് കാറിന്റെ കീ എവിടെയാണെന്ന് അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു എന്റെ കാറിന്റെ കീ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ രവീന്ദ്രൻ, ആരാടാ നിന്റെ കാറിന്റെ കീ കാണുന്നത്, ആരെടുക്കാന്, വെളിവില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയാണല്ലേ, നിന്റെ ഒരു കാറും നിന്റെ ഒരു കീയും, ഇന്ന് നീ കുടിക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരണ്ട, കുടിച്ച സ്ഥലത്തേക്ക് തന്നെ കിടന്നോ, കുടിച്ച സ്ഥലത്തോ ബാറിലോ കടത്തിന്നലോ എവിടെ വേണേ നീ കിടന്നോ, അല്ലാതെ ഈ വീട്ടിലേക്ക് നീ ഇന്ന് കുടിച്ചു വരാൻ പാടില്ല. രേവതി, നീ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, ഇവൻ വീണ്ടും ഇങ്ങനെ തുടങ്ങിയാല് എന്റെ സമനില തെറ്റും, ഇവനെ തിരുത്തണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ, ഇവനെ തിരുത്താനോ, പിന്നെ ഇവളുടെ ആഗ്രഹമേ ഇങ്ങനെ തന്നെയൊക്കെ ഇവൻ നടക്കണമെന്ന, എങ്കിലല്ലേ അവള് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. വായടക്കിനെ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ചന്ദ്രൻ, നിന്നോട് എന്തെങ്കിലും ഇവിടെ ചോദിച്ചോ? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പിന്നെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന മോൾ ഇനി വാതില് തുറക്കാൻ പാടില്ല, മോള് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകണം, അത് ഉറപ്പായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഇവനെ കുടിക്കും, അത് ശരിയാവില്ല. ആ ശരി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം. അല്ല ഇന്നലെ രാത്രി സച്ചേട്ടന് അടുക്കള വന്നായിരുന്നല്ലോ, കാറിന്റെ കീ ഇനി അവിടെ എങ്ങാനും സച്ചേട്ടൻ വെച്ചിട്ടുണ്ടോ? കാറിന്റെ കീ ഞാൻ അവിടെ വെക്കാനൊന്നും വഴിയില്ല എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ നൈസായിട്ട് അടുക്കളയിൽ പോയി നോക്കാണ് കേട്ടോ. പാവം നമ്മുടെ രേവതി ചെയ്ത പണിയാണ്. എന്ത് ചെയ്യാനാ, ഭർത്താവ് കുടിച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടിയാ രേവതി അങ്ങനെ ചെയ്തത്. അങ്ങനെ കിച്ചണിലൊക്കെ പോയി നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ ഷെൽഫിൽ വെച്ച് കീ പെട്ടെന്ന് ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ട്, ദേ അച്ഛാ, സച്ചേട്ടാ, കീ ദേ ഇവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ സച്ചിനെ കൊണ്ട് ഏൽപ്പിക്കാണ് കേട്ടോ. എന്നിട്ട് മനസ്സിനൊരു ഭയങ്കര വേദനയും സഹതാപവും ഒക്കെ ഉണ്ട്. കള്ളത്തരമാണല്ലോ നമ്മുടെ രേവതി കാണിച്ചത്. ആ ഒരു ഇത് നമ്മുടെ രേവതിക്ക് ഉണ്ട് കേട്ടോ. രേവതി അങ്ങനെ കള്ളൊന്നും പറയാറില്ലല്ലോ. അങ്ങനെ കീ എടുത്തോണ്ട് വന്നിട്ട്, സച്ചേട്ടൻ ഇന്നലെ കീ അടുക്കളയിലാ സച്ചേട്ട വെച്ചത്, ഇന്ന സച്ചേട്ടാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുക്കാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ അടുക്കളയിൽ പോയില്ലല്ലോ, അടുക്കള പോയില്ല, അല്ല പിന്നെ പിന്നെ എങ്ങനെയാ അടുക്കളയിൽ കാറിന്റെ കീ വന്നു? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, നീ അടുക്കളയിൽ പോയില്ലെങ്കിൽ കാറിന്റെ കീ നടന്നു പോയി കാണും, നീ ബൂസായിരുന്നല്ലോ, അപ്പൊ ഏതായാലും കാറും ബൂസായി കാണും, കാറിന്റെ കീയും ബൂസായി കാണും, എവിടേക്കാ പോയതെന്നും എന്തൊക്കെയാ ചെയ്തതെന്നും എന്തൊക്കെയാ പറഞ്ഞതെന്നും നിനക്ക് വല്ല ഓർമ്മയുണ്ടോ സച്ചി? ഓർമ്മയെ കാണത്തില്ല നിനക്ക്. നിന്റെ ഒരു സ്വഭാവം, ഇന്ന് നീ കാറിന്റെ കീ മറന്നു, നാളെ നീ കാർ എവിടെയെങ്കിലും ഇട്ടിട്ട് വരാൻ മറക്കുമല്ലേ? ഇങ്ങനെ പോയാൽ എങ്ങനെയാ സച്ചി ശരിയാവുന്നത്? നിനക്കിത് നിർത്തുന്നതാ നല്ലത്. ഇത് തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി നീ എന്നെ വിഷമിപ്പിക്കും, പണ്ടത്തെ പോലെ അസുഖം എനിക്ക് വരും. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും അച്ഛൻ പറയല്ലേ അച്ഛ. പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? ഇത് തന്നെയാ ഞാൻ പറയേണ്ടത്. തോന്നിവാസം കളിച്ച് നടക്കുന്നു. എടാ പോത്തിനെ പോലെ വളർന്നില്ലേടാ, എന്തിനാടാ ഇനി ഈ തോന്നിവാസം കളിച്ച് നടക്കുന്നത്? നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്, ആ അഭിമാനം നീ ഇല്ലാതാക്കി കളയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അവിടെ രേവതി നേരെ കിച്ചണിൽ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ, എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രേവതി മനസ്സിൽ വിചാരിച്ച കാര്യം അതുപോലെ തന്നെ നടന്നു. നമ്മുടെ സച്ചിനെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞു രവീന്ദ്രൻ. ഇനി ഏതായാലും ഇന്ന് കുടിച്ചിട്ട് വരത്തില്ല നമ്മുടെ സച്ചി. ഏതായാലും കിച്ചണിൽ നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. സച്ചി ഇങ്ങനെ പറന്ന് പാഞ്ഞു വന്നില്ലേ, എന്നിട്ട്, എടി ഭയങ്കരി, നീ എന്താ ആളെ കളിയാക്കുകയാണോ? ഞാൻ ബോധമില്ലാതെ ഒന്നും അല്ല ഇന്നലെ രാത്രി വന്നത്. എന്താ നടന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് ഇന്നലെ വന്നിട്ടേ ഇല്ല. നീ എന്നോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ നിന്നിട്ട് അവിടെ പോയി കിടന്നു, ഞാൻ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല. അപ്പൊ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. രേവതി അവിടെ വീണ്ടും കിച്ചണിൽ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ സച്ചി വീണ്ടും വന്നിട്ട്, എന്താടി നിന്റെ നാക്കെന്തി ഇറങ്ങിപ്പോയോ? എനിക്ക് മനസ്സിലായി, ഞാൻ മുറിയിൽ വെച്ച കീയെ നീ എടുത്ത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചു. ഇന്നലെ ഞാൻ കുടിച്ചിട്ടാ വന്നതെന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു, നിന്റെ അഭിനയം കൊള്ളാം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഏതായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ സച്ചേട്ടൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്തത്. അച്ഛൻ പറഞ്ഞില്ലെങ്കിലേ വീണ്ടും വീണ്ടും സച്ചേട്ടൻ കുടിച്ചിട്ട് വരും, കൂടി തുടങ്ങിയ പിന്നെ നിർത്തത്തൂല്ല. എന്നും കുടിച്ചാലേ ശരീരം പിന്നെ എന്തിനു കൊള്ളാം? ആരോഗ്യമൊക്കെ പോയാല്. നിർത്തടി, എന്താരോഗ്യം, എന്ത് സമാധാനം, എന്ത് സന്തോഷം. നീ കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കണ്ട, മതി നീ ക്ലാസ് എടുത്തത്. എന്റെ ഭാര്യ ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല, അവൾ ഞാൻ പറഞ്ഞത് ധിക്കരിച്ചു, ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ അവള് പോയി, എന്റെ മനസ്സ് കെട്ടുപോയി. ഇനിയിപ്പൊ ശരീരം കെട്ടാൽ എന്താ കുഴപ്പം? മനസ്സ് കെട്ടു, ഇനിയിപ്പൊ ശരീരം കെട്ടാൽ ഒരു കുഴപ്പമില്ല.
വന്നിരിക്കുന്നു ഗുണദോഷിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അല്ല സോറി സച്ചി അങ്ങ് പോവാണ് കേട്ടോ. രേവതിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ട് രേവതി വീണ്ടും കിച്ചണിൽ നിന്ന് ഇങ്ങനെ കരയാണ്. ഒരു ചന്ദ്രമതി വരുത്തി വെക്കുന്ന ഓരോരോ കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കിയാണ്. ചന്ദ്രമതിക്ക് ഇത് വല്ലതും അറിയണോ? ചന്ദ്രമതിക്ക് ഇത് സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഭയങ്കര വെപ്രാളത്തോടു കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വെപ്രാളം വന്ന് കരഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, അല്ല നിങ്ങളാണോ കാറ് ബുക്ക് ചെയ്തത്? അതെ അതെ, എനിക്കൊന്ന് മെഡിക്കൽ കോളേജിൽ പോകണം എന്നാ സ്ത്രീ പറയാ. കേറിക്കോ എന്ന് സച്ചിയും പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ആ സ്ത്രീയെ കൊണ്ട് നമ്മുടെ സച്ചി മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് കേട്ടോ. വണ്ടിയിലിരുന്ന് ആ സ്ത്രീ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, മേഡം ചോദിക്കണ്ടെന്ന് കരുതിയതാ, പക്ഷെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എന്താ ചോദിച്ചോ. അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേഡത്തിന്? മേഡം എന്തിനാ കരയുന്നത്? ഏയ് പ്രശ്നമൊന്നുമില്ല. അല്ല പിന്നെന്തിനാ ഇങ്ങനെ അങ്ങോട്ട് കരയുന്നത്? ഭയങ്കര കരച്ചിലാണല്ലോ. കാറിൽ നേരത്തെ കയറിയപ്പോ മുതൽ നിങ്ങൾ കരച്ചില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം വല്ലതും ആണെങ്കിൽ ഞാൻ ചെയ്യാം. അത് അത് പിന്നെ പറഞ്ഞോന്നേ, ധൈര്യമായിട്ട് പറഞ്ഞോ. പുറത്തൊരു ആളായിട്ട് നിങ്ങൾ എന്നെ കാണണ്ട. സ്വന്തം അനിയനോ അല്ലെങ്കിൽ സ്വന്തം ചേട്ടനോ എന്നൊക്കെ ആയിട്ട് കരുതിയാൽ മതി. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം വല്ലതും നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഏയ് അസുഖങ്ങളൊന്നുമില്ല. കുടുംബ പ്രശ്നം. ഓ കുടുംബ പ്രശ്നം അതെല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങള്. അതിന് മാത്രം കരയാൻ എന്താ പ്രശ്നം? അത് എൻ്റെ ഏട്ടന് നല്ല സുഖമില്ല. എൻ്റെ ഏട്ടൻ മെഡിക്കൽ കോളേജിൽ ആണ്, അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുക. എൻ്റെ ഏട്ടനെ കാണാന് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ല അദ്ദേഹത്തിന് സീരിയസ് ആണോ? പനി കൂടിയത് കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. ഇപ്പം ICUലാ ഉള്ളത്. പേടിക്കൊന്നും വേണ്ട ചേച്ചി. എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ ശരിയായിക്കോളും. അതല്ല പ്രശ്നം, അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. എന്റെ ഭർത്താവും ഏട്ടനും തമ്മിൽ പരസ്പരം മിണ്ടാറില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും കൂടി വഴക്കിട്ടതാ. അവര് രണ്ടുപേരും കൂടെ വഴക്കിട്ടിട്ട് ഇപ്പം ഭയങ്കര ശത്രുതയാ. അവര് കാണാറും മിണ്ടാറും ഒന്നുമില്ല. എന്നോട് എന്നോട് ഏട്ടനെ കാണരുത് മിണ്ടരുതെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പക്ഷെ ഏട്ടനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? ഏട്ടനെ കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വീട്ടിൽ കേറ്റില്ല. അതുകൊണ്ട് ഏട്ടനെ ഞാൻ വിളിക്കാറും കാണാറും ഒന്നുമില്ല. കുറെ കാലമായി ഏട്ടനെ കണ്ടിട്ട്. എത്ര നാളായിന്ന് അറിയാമോ? എന്നിട്ടിപ്പം എനിക്ക് ഈ ഒരു അവസ്ഥ. ഏതായാലും ഇത് നമ്മുടെ സച്ചിയുടെ മനസ്സിലങ്ങ് ഏറ്റുപോകുന്നത്. കാരണം നമ്മുടെ സച്ചി ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ സ്ത്രീയുടെ ഈ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടനെ കാണണ്ടെന്ന് പറയുക. ഏതായാലും നമ്മുടെ സച്ചിക്ക് ഒന്ന് ചിന്തിക്കാനും സച്ചി അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് ഓർക്കാനും ഒക്കെ വേണ്ടിയായിരിക്കാം സത്യം പറഞ്ഞ ദൈവം ആ ഒരു സമയത്ത് ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നല്ലേ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം ഇനിയിപ്പം നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ തന്നെയാട്ടോ ഇടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശന്റെയും കഥ ഇടാൻ ഇപ്പൊ എനിക്ക് ടൈം കിട്ടാറില്ല. നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ ഇടാട്ടോ. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മള് അലീനയുടെ കഥ ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് അലീനയുടെ. അപ്പൊ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം മറക്കരുത്. നമ്മൾ കോഡ് സെറ്റും കുർത്തീസും ഒക്കെ ഇടുന്നുണ്ട്. ഓൺലൈൻ ബിസിനസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസമായിട്ടുണ്ട്. കുറെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി അത്യാവശ്യം നമ്മുടെ യൂട്യൂബിൽ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.